സംസാരിച്ചാൽ മതി. സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാർ, ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു സർക്കാർ, ഞങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാന്, ഞങ്ങളുടെ ചുറ്റുപാടിനെ കുറച്ചുകൂടെ നന്നാക്കാനൊക്കെ ഉതകുന്ന രൂപത്തിലുള്ള ഒരു സപ്പോർട്ടിൽ നിൽക്കാൻ ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ് എന്നത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. കേരളത്തിലുടനീളമുള്ള സ്ത്രീകള് ഒറ്റക്കെട്ടായിട്ട് ഈ പദ്ധതിയെ സ്വീകരിച്ചു കഴിഞ്ഞു. ൊക്കെ കേൾക്കുക എന്നുള്ളതല്ലാതെ, പക്ഷെ സ്ത്രീകൾ എപ്പോഴും നിങ്ങൾക്കറിയാലോ കോർണർ ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ്, കൂടുതൽ സപ്പോർട്ട് വേണ്ട വിഭാഗമാണ്. ഇങ്ങനെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ കൈപ്പിടിച്ചുയർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ഇത്തരത്തിലുള്ള പരാതികളല്ലാതെ അതും മറികടന്നു പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സന്തോഷവും സ്നേഹവുമാണ് നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നത്. തീർച്ചയായും എല്ലാവരോടും ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. യഥാർത്ഥത്തിൽ ഒരു വലിയ മാറ്റം എല്ലാവരും മുഖത്തേക്കൊന്ന് നോക്കും. ഞങ്ങൾക്ക് ഇത് വലിയ ആത്മവിശ്വാസം തരുന്ന ഒരു പദ്ധതിയാണ്. സർക്കാർ വാക്ക് പാലിച്ചിരിക്കുകയാണ്. എത്രയധികം സ്ത്രീകളാണെന്നറിയോ ഈ പേരാമ്പ്രയിൽ നിന്ന് കോഴിക്കോടേക്കൊക്കെ പോകുന്നത്. അവർക്ക് ദിവസവും അവരുടെ ബസ്സിന് കൊടുക്കുന്ന ആ പണം അവർക്ക് സേവ് ചെയ്യാൻ പറ്റാന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. അപ്പൊ ഇത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഹോം ബജറ്റിനെ, ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സേവിങ്സിനെ ഒക്കെ ആക്കം കൂട്ടുന്നതാണ്, ആത്മവിശ്വാസം നൽകുന്നതാണ്. അപ്പൊ സർക്കാരിന് നന്ദി. ചെറിയ വിവാദമാണ് ഇത്. സർക്കാരിന്റെ മുന്നോട്ടുള്ള പദ്ധതികൾക്ക് ആക്കം കൂട്ടുകയുള്ളൂ. സ്ത്രീകളെ പിന്തുണയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു മൊബിലിറ്റി ഉണ്ടാക്കുകയാണ്, ഒരു സോഷ്യൽ മൊബിലിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ സോഷ്യൽ മൊബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ സർക്കാരിന് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ ഞങ്ങളെ പോലെയുള്ള ആളുകളുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകള്, പിന്തുണ, അതിനേക്കാളും ഒക്കെ അപ്പുറത്തേക്ക് സാമ്പത്തികമായിട്ട് കൂടി മെച്ചമുള്ള രൂപത്തിലേക്ക് ഇത്തരം പദ്ധതികളൊക്കെ മാറ്റാൻ പറ്റും.